നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് മോദി നടത്തിയ പ്രസംഗങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന വിശ്വസിച്ചതെന്തിന്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തലകുനിച്ച് രാജ്യ താൽപര്യം ബലികഴിച്ചത് എന്തിന്? ക്യാമറകൾക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നതെന്തുകൊണ്ട്? എന്നീ ചോദ്യങ്ങളാണ് മോദിയോട് ഉന്നയിച്ചത്. എന്തിനേക്കാളും പ്രധാനം ലോക സമാധാനമാണെന്ന കാര്യം രാഹുൽ ഗാന്ധി മറന്നുപോകുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ സാധാരണക്കാരനും നിരപരാധിയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ ജീവനും സ്വത്തിനും സമാധാനത്തിനും സ്വൈര്യ ജീവിതത്തിനും കൂടിയാണ് നഷ്ടമുണ്ടാകുന്നത്. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം ആയ കാര്യം തന്നെയാണ് എന്നു കരുതി അതിനുവേണ്ടി ഒരു നിരപരാധിയെ പോലും ബലി കൊടുക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു യുദ്ധത്തിന്റെ കാര്യത്തിൽ രാജ്യ താൽപര്യം എന്നതിലുപരി കുറ്റവാളികളെ അർഹിക്കുന്ന വിധം ശിക്ഷിക്കുക എന്നതാണ് നടപ്പിലാക്കേണ്ട നീതി. മോദിയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ഒട്ടനവധി സംശയങ്ങളും ചോദ്യങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരനും അഭിമാനമുളവാക്കിയ ഒന്നുകൂടി ആയിരുന്നു എന്ന് പറയാതെ വയ്യ. ഇന്ദിരാഗാന്ധി കാലങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക നടപടിയുടെ മേന്മ പറഞ്ഞ് 2025-ലും ആളുകളിക്കുന്ന കോൺഗ്രസുകാർക്ക് കഴിഞ്ഞുപോയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭീകരത എത്ര വലുതായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഇനിയെങ്കിലും ഉണ്ടാകണം. ചോദ്യം ഉന്നയിക്കുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നതും ഏറ്റവും മികച്ച ഭരണപക്ഷമുണ്ടാകാനുള്ള അവശ്യ വസ്തുതകൾ തന്നെയാണ്. എന്നിരിക്കെയും രാജ്യസുരക്ഷയെയും രാജ്യത്തിന്റെ സമാധാനത്തെയും ബാധിക്കുന്ന എന്ത് കാര്യത്തിലും ജാതി മത രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യക്കാരൻ എന്ന ഒരൊറ്റ അച്ചുതണ്ടിൽ ബന്ധിപ്പിക്കപ്പെടേണ്ടവരാണ് മുഴുവൻ ജനങ്ങളുമെന്ന് മറന്നുപോകരുത്. ഇന്ത്യയുടെ വിദേശകാര്യ നയം പൊളിഞ്ഞെന്നാരോപിച്ച് എസ് ജയശങ്കറിനോടും രാഹുൽ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചു. വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപിനോട് പറഞ്ഞതാര്? ലോകരാജ്യങ്ങൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ കാണുന്നത് എന്തുകൊണ്ട്? പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് പിന്തുണയുമായി ഒരു രാജ്യവും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ട്? രാഹുലിന്റെ ചോദ്യങ്ങളോട് BJP നേതൃത്വം രൂക്ഷമായാണ് പ്രതികരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് താനാണ് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ള അവകാശവാദം പല പ്രാവശ്യം മോദിയും ജയശങ്കറും തള്ളിയതാണ്. കഴിഞ്ഞ ദിവസവും എല്ലാ ലോകരാഷ്ട്രങ്ങളും വെടിനിർത്തലും സമാധാനവും യുദ്ധമുണ്ടാകുമ്പോൾ ആവശ്യപ്പെടാറുണ്ട് എന്നും അത്തരത്തിൽ മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി സന്ധി ചർച്ചയ്ക്ക് തയ്യാറായതെന്നും ട്രംപിന്റെ ആവശ്യപ്രകാരമല്ല വെടിനിർത്തൽ നടപ്പിലാക്കിയതെന്നും വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്ത്യൻ പട്ടാളത്തിനെയും ഇന്ത്യൻ ഭരണകൂടത്തിനെയും കാളും കോൺഗ്രസുകാർക്ക് ട്രംപിന്റെ അവകാശവാദങ്ങളോടാണ് വിശ്വാസം എന്ന് തോന്നും ഇത്തരം യുക്തിക്ക് നിരക്കാത്ത ചോദ്യങ്ങൾ കേട്ടാൽ. എന്നാൽ ഇതിന് കുറിക്കൊള്ളുന്ന മറുപടിയാണ് BJP ഭരണകൂടം കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ചെയ്തതുപോലെ മോദി പാകിസ്ഥാനിലേക്ക് പ്രണയലേഖനങ്ങൾ അയക്കുന്നില്ല എന്നും ശക്തമായ മറുപടിയാണ് നൽകിയതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി എക്സിൽ കുറിച്ചു. പാകിസ്ഥാന്റെ പോസ്റ്റർ ബോയാണ് രാഹുൽ എന്നും പാക് അനുകൂല വ്യാജ വാർത്താ ഫാക്ടറിയായി കോൺഗ്രസ് മാറിയെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. രാഹുലിന്റെ വാക്കുകൾ പാകിസ്ഥാൻ ആഘോഷമാക്കുകയാണെന്ന് BJP വക്താവ് ഗൗരവ് ഭാട്ടി പറഞ്ഞു. നിഷാൻ ഈ പാകിസ്ഥാൻ ബഹുമതിയാണോ രാഹുലിന്റെ ലക്ഷ്യമെന്നും അവർ പരിഹസിച്ചു.